പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കുടുംബം ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവവചനം കേട്ടപ്പോൾ ആ കുടുംബത്തിലേക്ക് ദൈവം എങ്ങനെ ഇടപെട്ടു? ഒരു വ്യക്തി ആ വ്യക്തിയുടെ അനുഭവം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് കുര്യൻ തോമസ്. ഞാൻ കോതമംഗലം രൂപതയിൽ പുലിയമ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 3 വർഷം മുമ്പ് എനിക്ക് ലിവർ പ്രവർത്തിക്കാതെ വരികയും പല ആശുപത്രികളും കയറി കുറേയധികം ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ലിവർ മാറ്റി വയ്ക്കുക അല്ലാതെ വേറെ മാർഗമില്ലെന്ന് പറയുകയും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറെ മാർഗമില്ലാതെ ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു 60 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്രയും വലിയ തുകയൊക്കെ മുടക്കി ലിവർ മാറ്റി വയ്ക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം എനിക്ക് ആയുസ് തരുവാണെങ്കിൽ മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ. ഞാൻ പൈസ മുടക്കി മരുന്ന് മേടിച്ചാൽ ഈ ലിവർ വേറെ ആരെയും മേടിച്ചിട്ട് ജീവിക്കുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരികയും എൻ്റെ ഇടവക വികാരി അച്ഛനെ വിളിച്ച് ഞാൻ ഒരു തുറന്ന കുമ്പസാരം നടത്തുകയും, അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മകളെ, നമ്മളിൽ 1-2 പേർ ഒരുമിച്ച് ദൈവത്തോട് ചോദിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ആ കൂട്ടത്തിൽ അഭിഷേകാഗ്നി എല്ലാ ദിവസവും ഞായറാഴ്ച കാണുകയും നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ സ്വന്തക്കാരോടെല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയും അത് സാക്ഷ്യം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അത് വികാരിച്ചൻ ശരിക്കും കുമ്പസാരത്തിൽ തന്നൊരു ഉപദേശമാണ് അതല്ലേ? അതെ. അപ്പൊ ഞാൻ സഹോദരങ്ങളെ, ഈ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്കിയേ, ദൈവത്തോടൊരു കാര്യം പറഞ്ഞിട്ട് തുറന്ന കുമ്പസാരം നടത്തി. ആ കുമ്പസാരിപ്പിച്ച അച്ഛൻ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച ദൈവം തരും. എന്നിട്ട് അച്ഛൻ പറഞ്ഞ അഭിഷേകത്തിന് പ്രോഗ്രാം എല്ലാ ഞായറാഴ്ച രാത്രി 8 ചാനലുള്ള അഭിഷേകത്തിന് പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കുക. കുടുംബക്കാരോടെല്ലാം ഈ ഒരു പ്രോഗ്രാമിന്റെ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ അച്ഛൻ എന്നോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്ന് കുർബാനയ്ക്ക് തരാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു, വേണ്ട അച്ഛാ, ഞാൻ പള്ളിയിൽ ചെന്ന് തന്നെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവരും കൂടി അഭിഷേകാഗ്നി ഈ പ്രോഗ്രാമിൽ വന്ന് എൻ്റെ അസുഖം ഭേദമായി കഴിയുമ്പോൾ ഞാൻ സാക്ഷ്യം നൽകാമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 3 വർഷമായി എനിക്ക് ഈ അസുഖം അന്ന് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 മാസം ഓരോ വർഷം ഇങ്ങനെ ടെസ്റ്റ് ചെയ്തെങ്കിലും കഴിഞ്ഞ മാസം ഞാൻ പോയി ഒരു 3-4 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുകയും, അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്കിങ്ങനെ സാക്ഷ്യം നൽകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കഴിയുന്ന നേരത്തെ പോയി സാക്ഷ്യം പറയാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞോ? ഡോക്ടർ എന്നോട് പറഞ്ഞു കഴിയുന്നതും നേരത്തെ പോയി സാക്ഷ്യം നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ ഇന്ന് ഈ അഭിഷേകാഗ്നിയിൽ ഇങ്ങനെ വരാൻ ഈ ഒരു അവസരം കിട്ടിയത് അവിടെയുള്ള ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് സൗകര്യപ്രദമായിട്ട് ഇന്നലെ ഒരു വണ്ടി കിട്ടുകയും ഇവിടെ ഇത് വരാൻ കൂടുകയും. നോക്ക സഹോദരങ്ങളെ, ഡോക്ടേഴ്സ് ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ പറഞ്ഞിരുന്നു അല്ലേ? അല്ല, ഞാൻ 3 മാസത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്ന് എൻ്റെ ആദ്യത്തെ ഡോക്ടർമാർ പറഞ്ഞു. 3 മാസത്തിൽ കൂടുതൽ ലിവർ മാറ്റി വെച്ചില്ലെങ്കിൽ ജീവിക്കില്ല എന്ന് പറഞ്ഞ ദാസനാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. എറണാകുളം PVS ഹോസ്പിറ്റലിൽ ഞാൻ 3 മാസത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്ന് വിധി എഴുതിയതാണ്. ഇന്നും ഞാൻ സന്തോഷത്തോടെ സഹോദരങ്ങളെ, ദൈവം നടത്തിയ വഴികൾ നോക്കും സഹോദരങ്ങൾ. ഈ ചേട്ടൻ ഒരു തുറന്ന കുമ്പസാരം നടത്താൻ തോന്നി. ആത്മാവ് തോന്നിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യണം. അപ്പോൾ കുമ്പസാരത്തിലൂടെ അച്ഛനൊരു ഉപദേശം കൊടുത്ത് അതെന്തായി ഒരു അനുഗ്രഹമായിട്ടൊക്കെ മാറി. അഭിഷേകത്തിന് പുറകെ കുടുംബം മുഴുവൻ കണ്ട് പ്രാർത്ഥിച്ചു. ഈശോ ആയുസ് നീട്ടി നൽകുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഈ ദാസന്റെ ജീവിതത്തിൽ നിറവേറിയിരിക്കുക. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിൻ പ്രവർത്തികൾക്കാ ഇന്ന് നന്ദി ചൊല്ലിടാം. എന്റെ കർത്താവിൻ പ്രവർത്തികൾക്കാ ഇന്ന് നന്ദി ചൊല്ലിടാം. കർത്താവിൻ പ്രവർത്തികൾക്കാ ഇന്ന് നന്ദി ചൊല്ലിടാം. എന്റെ കർത്താവിൻ പ്രവർത്തികൾക്കാ ഇന്ന് നന്ദി ചൊല്ലിടാം. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, യേശുവിനെ ആരാധിക്കുക, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക, പിതാവായ ദൈവത്തെ ആരാധിക്കുക. ഇത് ഒരു നിസ്സാര കാര്യമല്ല. അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷകളിൽ പങ്കെടുത്ത് വചനം കേട്ട് ആ സമൂഹത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അനേക ആഴ്ചകളിൽ ദൈവ ആരാധനയിൽ ഈ സഹോദരൻ പങ്കുചേർന്നു. ആ സഹോദരൻ്റെ ആ തകർന്നു പോയ ലിവർ മാറ്റി ഒരു പുതിയ ലിവർ കൊടുത്ത് ദൈവം അങ്ങനെ അനുഗ്രഹിച്ച് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന്
പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് ഈ സമയം പാട്ടുപാടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളിൽ പലരും ദൈവത്തെ ആരാധിക്കുന്നതിൽ, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നതിൽ ഒരുപക്ഷെ മുൻകാലങ്ങളിൽ പങ്കെടുക്കാത്തൊരു വ്യക്തി ആയിരിക്കാം. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ കാണുകയോ കേൾക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ സമയം ദൈവം ഉന്നതത്തിൽ നിന്ന് തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ച് പ്രാർത്ഥനയ്ക്കും ദൈവാരാധനയ്ക്കുള്ള തുറവിയും അഭിഷേകവും അവിടുന്ന് നമുക്ക് നൽകും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഗാനം ആലപിക്കുമ്പോൾ ചേർന്ന് ഓ പരിശുദ്ധാത്മാവേ, ഓ കൃപയുടെ ആത്മാവേ, ഞാൻ അങ്ങ് ആരാധിക്കുന്നെന്ന് പറഞ്ഞ് ഒരുമിച്ച് ടീമിനോട് ചേർന്ന് ഈ സമയം പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ, പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ, ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനേ, ആരാധന ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനേ, ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന, പരിശുദ്ധാത്മാവേ, ദൈവാത്മാവിനിൽ നിന്നും ആരാധന, പരിശുദ്ധാത്മാവേ, ദൈവാത്മാവിനിൽ നിന്നും ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്ന് ഭക്തിയോടെ പരിശുദ്ധാത്മാവിനെ വിളിക്കുക. പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ, എന്നിൽ വസിക്കണമേ, എന്നെ നയിക്കണമേ, എന്നിൽ ഇരിക്കണമേ, എന്നെ നിയന്ത്രിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ നിറയുന്നവനേ, എന്നിൽ വസിക്കുന്നവനേ, എന്നെ കാക്കുന്നവനേ, ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ നിറയുന്നവനേ, എന്നിൽ വസിക്കുന്നവനേ, എന്നെ കാക്കുന്നവനേ, ആരാധന. Thank you, Holy Spirit. ശുദ്ധിയായി ശക്തിയായി അഭിഷേകം Worship you, Holy Spirit. എന്നിൽ Holy Spirit. ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ കൃപയും നീ തരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ പരിശുദ്ധാത്മാവേ, 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 ആരാധന, പരിശുദ്ധാത്മാവേ, രൂപിയേ അങ്ങേക്ക് ആരാധന, പരിശുദ്ധാത്മാവേ, രൂപിയേ ആരാധന, എന്നെ സ്പർശിക്കണമേ, രൂപിയേ അങ്ങേക്ക് എന്നെ ഉണർത്തണമേ. ദൈവാത്മാവിനിൽ നിന്നും ആരാധന, ദൈവാത്മാവിനിൽ നിന്നും ആരാധന ആരാധന. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി അറിയാവുന്നതുപോലെ ഉച്ചത്തിൽ ഈ സമയം പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ വസിക്കണമേ, എന്നെ ഉപദേശിക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന ആരാധന, പരിശുദ്ധാത്മാവേ സ്തുതി, ആരാധന ആരാധന, പരിശുദ്ധാത്മാവേ നയിക്കുന്നവനേ, എന്നെ ഭരിക്കുന്നവനേ, കൂടെ ഇരിക്കുന്നവനേ, ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ, ദൈവഭക്തിയാ ചൈതന്യമായി വരണേ, എന്നിൽ സ്നേഹമാ ദൈവഭക്തിയാ ചൈതന്യമായി വരണേ. കത്തി ജലിച്ചൊരു സാക്ഷിയാകാൻ അഗ്നി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ, ജലിച്ചൊരു സാക്ഷിയാകാൻ അഗ്നി
പകർന്നിടണേ. ഇപ്പോൾ എന്നെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. ഉയരങ്ങളിൽ നിന്നുള്ള ശക്തിയെ, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ അഭിഷേക ശക്തിയെ, ആരാധന. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവാരൂപിയേ സ്പർശിക്കണമേ, ആരാധന. തൊടണമേ. ദൈവാത്മാവിനെന്നെന്നും ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവിനെന്നെന്നും ആരാധന. ദൈവാത്മാവിനെന്നെന്നും ആരാധന. ആരാധന ആരാധന ആരാധന. ആരാധന. Glory, 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 glory. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആരാധിക്കുന്നു, ഒരുമിച്ച് ആരാധിക്കുന്നു, ഏക ഹൃദയത്തോടെ ആരാധിക്കുന്നു, ഏക മനസ്സോടെ ആരാധിക്കുന്നു, വേദനകൾ സമർപ്പിച്ച് ആരാധിക്കുന്നു, ദുഃഖങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്നു, ഹൃദയ വ്യഥകൾ സമർപ്പിച്ച് ആരാധിക്കുന്നു, ഭാരങ്ങൾ സമർപ്പിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനെന്നെന്നും പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് സ്പർശിക്കണമേ. തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. വേദനിക്കുന്ന ആത്മാക്കളെ അവിടുന്ന് സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തെ ആരാധിക്കാൻ എല്ലാ കുടുംബങ്ങളെയും ഒരുക്കണമേ. ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ മങ്ങിപ്പോയ മക്കളുടെ മേൽ ദൈവ ആരാധനയുടെ കൃപ അവിടുന്ന് വർഷിക്കണമേ. പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളുടെയും ആന്തരിക രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള ജ്ഞാനവും പ്രകാശവും പരിശുദ്ധാത്മാവേ അവിടുന്ന് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കസേരകളിലേക്ക് നമുക്കിരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ് ഒരു ദൈവ പൈതൽ ദൈവത്തെ ആരാധിക്കുന്നത്? എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? വൈ ഷുഡ് വി വേർഷിപ്പ് അവർ ഗാഡ്? അതിൻ്റെ കാരണമെന്ത്? ദൈവത്തെ ആരാധിക്കാതെ ഇരുന്നാലുള്ള കുഴപ്പമെന്ത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യതയോ ഗർഭഛിദ്രമോ നിങ്ങളുടെ നാട്ടിൽ പോലും ഉണ്ടാവുകയില്ല,
ദീർഘായുസ് നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് ഒരു കൽപ്പന കൊടുക്കുകയാണ്. അത് 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ഇത് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനയാണ്. 12 കൽപ്പനകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവകൽപ്പനകൾ 10, അത് 2 ചുരുക്കിയ 2 ആക്കിയിട്ടുള്ളത് അത് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൽ മറ്റനേകം നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ ദൈവമക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്, ഒരു കൽപ്പനയാണ് പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ആരാധിക്കാമോ? ആരാധിക്കുന്നത് നല്ലതാണ്. ആരാധിക്കാൻ വേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ആരാധിക്കുന്നവരെ ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങനെയൊന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ആരാധിച്ചാൽ നല്ലതാണ്, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഇത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്, ഒരു കമാൻഡ്മെൻ്റാണ്. ഇറ്റ് ഈസ് എ കമാൻഡ്. നമുക്കൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല അത്. ഇഷ്ടമുണ്ടെങ്കിൽ ആരാധിക്കാം, ഇഷ്ടമില്ലെങ്കിൽ ആരാധിക്കണ്ട. അതല്ല ഇവിടുത്തെ രീതി. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും, അറിവുണ്ടെങ്കിലും അറിവില്ലെങ്കിലും, സമയമുണ്ടെങ്കിലും സമയമില്ലെങ്കിലും, നിങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഇത് നമ്മുടെ നിത്യനായ ദൈവം നമുക്ക് നിത്യകാലത്തേക്ക് യുഗാന്ത്യം വരെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് നൽകിയിട്ടുള്ള ഒരു കൽപ്പനയാണ്. എന്നൊക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം ദൈവത്തെ ആരാധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് സ്വർഗസ്ഥനായ പിതാവ് നമ്മോട് ദൈവവചനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർഗസ്ഥനായ പിതാവ് വിശുദ്ധ വചനങ്ങളിലൂടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം വേറൊരാൾക്ക് അത് എടുത്തു മാറ്റാൻ അനുവാദമില്ല. ഇപ്പം ഞാൻ പറയാണ്, നിങ്ങൾ ആരാധിക്കൊന്നും വേണ്ട, നിങ്ങൾ വെറുതെ ഇവിടെ ഇങ്ങനെ സുഹൃതജപം ചെയ്ത് നടന്നാൽ മതി. അങ്ങനെ പറയാനുള്ള അധികാരമോ അങ്ങനെ പറയാനുള്ള ഒരു കാര്യമോ എനിക്കില്ല. കാരണം ഇത് സ്വർഗസ്ഥനായ പിതാവ് നേരിട്ട് ദൈവത്തിൻ്റെ ജനത്തിൽ നിന്ന് സ്വർഗസ്ഥനായ പിതാവ് നേരിട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്ന ദൈവവചനം വഴി നിത്യമായൊരു കൽപ്പന സ്വർഗസ്ഥനായ പിതാവ് നൽകിയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഇതൊരു ചെറിയ കാര്യമായിട്ട്, ഇതൊരു നിസ്സാര കാര്യമായി, ഇത് നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ ഒരു കൽപ്പനയെ തുച്ഛീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇത് ദൈവവചനം നിത്യകാലത്തേക്ക് ദൈവമക്കൾക്ക് ഒരു ജീവിത ശൈലി നൽകിയിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമായിരിക്കണം നിങ്ങളുടെ കുടുംബം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായിരിക്കണം നിങ്ങളുടെ സമൂഹം. നിങ്ങൾ ഒരുപക്ഷെ ഹോസ്റ്റലിലായിരിക്കാം, നിങ്ങൾ ഒരുപക്ഷെ കുടുംബത്തിലായിരിക്കാം, നിങ്ങൾ ഒരുപക്ഷെ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങൾ ഒരുപക്ഷെ സമൂഹത്തിൻ്റെ മെമ്പറായിരിക്കാം, ഒരു സംഘടനയിലായിരിക്കാം. നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ ഹോസ്റ്റലിലെ കുടുംബ ടീമംഗങ്ങൾ, നിങ്ങളുടെ ടീം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ടീമായിരിക്കണം, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമായിരിക്കണം, ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായിരിക്കണം. ഇത് ദൈവവചനം ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവാത്മാവിൻ്റെ അഭിഷേകം നമ്മിൽ വർദ്ധിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുലിഖിതം 2 രാജാക്കന്മാർ 3:15, 2 കിങ്സ് ചാപ്റ്റർ 3:15. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എലീഷ പറഞ്ഞു, ഒരു ഗായകനെ വേഗം എൻ്റെ അരികിൽ കൊണ്ടുവരിക. അവർ ഒരു ഗായകനെ എലീഷയുടെ അടുത്ത് കൊണ്ടുവന്നു. ഗായകൻ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എലീഷയുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ചു.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവത്തെ ആരാധിക്കുന്നിടത്താണ് ആത്മാവിൻ്റെ അഭിഷേകം വർദ്ധിക്കുന്നത്. പ്രാർത്ഥന മങ്ങിപ്പോയവര്, മന്ദതയിലാണ്ടവര്, ഉണർവ് നഷ്ടപ്പെട്ടവര്, ദൈവാനുഭവം മങ്ങിയവര്, അന്ധകാരത്തിലേക്ക് വീണവര്, പാപത്തിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവര്, മക്കളെ നിങ്ങൾ ഏത് അവസ്ഥയിലാണോ അവിടെ ഇരുന്ന് ദൈവത്തെ ഉച്ചത്തിൽ ആരാധിക്കുക, പാട്ടുപാടി ആരാധിക്കുക, കൈകൾ കൊട്ടി ആരാധിക്കുക, തുള്ളിച്ചാടി ആരാധിക്കുക, നൃത്തം ചെയ്ത് ആരാധിക്കുക, ദൈവത്തിൻ്റെ പാട്ടുകൾ, ദൈവത്തിൻ്റെ കീർത്തനങ്ങൾ ആലപിച്ച് ആരാധിക്കുക. അവിടെ ദൈവശക്തി വന്ന് പാപച്ചങ്ങലകൾ പൊട്ടും. അവിടെ ദൈവശക്തി വന്ന് അന്ധകാരങ്ങൾ മാറും. അവിടെ ദൈവശക്തി വന്ന് രോഗത്തിൻ്റെ ബന്ധനങ്ങൾ തകരും. അവിടെ ദൈവശക്തി വന്ന് നിരാശ വിട്ടുപോകും. അവിടെ ദൈവശക്തി വന്ന് എല്ലാ അന്തരീക്ഷത്തിന് മേലും വലിയ വ്യത്യാസം കൊണ്ടുവരും. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ കോന്നിത്താഴെ ഇടവകയിൽ നിന്ന് വരികയാണ്. എനിക്ക് 6 മാസമായിട്ട് എനിക്ക് എക്സാം ഒക്കെ എഴുതുമ്പം എക്സാം ഹോളിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എനിക്ക് എഴുതാനോ എൻ്റെ കൈ ശരിക്കും പിടിക്കാനോ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പം ഈ എല്ലിൻ്റെ ഇടയ്ക്ക് ഒന്ന് ദശ കളിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അങ്ങനെ പറഞ്ഞു, എനിക്കൊരു ബക്കറ്റിൽ വെള്ളം എടുക്കാനോ എക്സാം എഴുതാനോ പറ്റത്തില്ല. ഞാൻ അത്രയധികം കരഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കൈ അടിക്കാനൊക്കെ പറയുമ്പം എത്ര വയ്യായാലും ഞാൻ ശക്തിയായിട്ട് കൈയടിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൈക്ക് വേദന തോന്നി. തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനയുടെ സമയത്ത് കൈ അതിശക്തമായൊരു പെയിൻ അങ്ങനെ അനുഭവപ്പെട്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ടും കൈയെടുത്ത് അടിച്ചു. എൻ്റെ കൈ കിടന്ന് ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. വിറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം നോക്കിയപ്പോൾ എൻ്റെ കൈക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇതാ ആ സമയം തൊട്ട് ഹീലിംഗ്. പിന്നെ വെള്ളം എടുക്കാം, കൈ ചുരുട്ടി പിടിക്കാം, ബക്കറ്റ് കസേര എടുക്കാം, ഒരു കുഴപ്പമില്ല, ആരോഗ്യം കിട്ടി. അങ്ങനെയാണെങ്കിൽ കൈവിരലുകൾ ഒരു പ്രശ്നമില്ല, എല്ലാം എടുക്കാൻ പറ്റുമോ? ആ മൈക്ക് വലത് കൈ പിടിക്കാൻ പറ്റുമോ? ഈ മൈക്ക് സ്റ്റാൻഡ് ഒന്ന് എടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരു കപ്പ് വെള്ളം എടുക്കാൻ പറ്റാത്ത കുട്ടിയെ, പരീക്ഷ ഇങ്ങനെ പേന ഒന്ന് പിടിച്ചെഴുതാൻ പറ്റാത്ത കുട്ടി, ഇങ്ങനെ കൈയടിക്കുമ്പോൾ പോലും ബുദ്ധിമുട്ടായിരുന്നു. അതാണ് അത്ഭുതകരമായി ഈ തൊട്ടുമ്പോൾ അത് സൗഖ്യം കിട്ടുന്ന സമയത്ത് കൈ മുഴുവൻ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുക. Praise the Lord. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാൻ. Glory, glory. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. പാടി ആരാധിക്കുന്നു. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. നമ്മുടെ ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. പിന്നെ വലിയ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയ ജനക്കൂട്ടത്തിൻ്റെ ആരവം പോലെയും വലിയ ഗംഭീരമായ ഇടിമുഴക്കം പോലെയുമുള്ള ഒരു ശബ്ദം ഞാൻ കേട്ടു. ഹല്ലേലൂയ. ഇതായിരുന്നു ആ ശബ്ദം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിലും ദൈവം ഒരു കൽപ്പന കൊടുത്തിരിക്കുകയാണ്. ഇത് ഭൂമിയിൽ മാത്രമുള്ള കൽപ്പനയല്ല, സ്വർഗത്തിലും ഒരു കൽപ്പന. നമ്മുടെ ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് വരെ ദൈവത്തെ ആരാധിക്കാത്തവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇകഴ്ത്തി കണ്ടവർ, മനസ്സുകൊണ്ട് ഇതിനോട് താല്പര്യം തോന്നാത്തവർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധകാര പീഡകൾ നമ്മളെ വിട്ടുപോകട്ടെ. എല്ലാ ബുദ്ധിയെ കെട്ടിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ ചങ്ങലകളും മുറിഞ്ഞു വീഴട്ടെ. വലിയ സ്വാതന്ത്ര്യം, ദൈവാത്മാവിൻ്റെ സ്വാതന്ത്ര്യം നമ്മളെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ശക്തമാക്കട്ടെ, പ്രാപ്തമാക്കട്ടെ. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. എത്ര ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കാമോ അത്ര ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കണം. ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്നത്. എന്തിനാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്? എൻ്റെ ദൈവം ദൈവവചനത്തിലൂടെ നിത്യമായൊരു കൽപ്പന എനിക്കും
ലോകത്തിലുള്ള സകല ദൈവമക്കൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. എൻ്റെ കർത്താവ് കൽപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ആരാധിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്. വി ആർ ഡ്യൂട്ടി ബൗണ്ട് ടു വർഷിപ്പ് അവർ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, Glory, 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 glory. Fire, fire, fire. ശക്തി, ശക്തി, ശക്തി. Glory, 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 glory. കരങ്ങളടിച്ച് സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. രാജാവേ, പാതാളത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. എല്ലാവരും കൈകളടിച്ച് പാതാളത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതാളത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതാളത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. കർത്താവേ, ഈ സമൂഹത്തിലേക്ക് ദൈവാരാധന അഭിഷേകം അവിടുന്ന് ചൊരിയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി വലിയ ആഹ്ലാദത്തോടെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory, എന്റെ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ എന്റെ ജീവനെ നൽകിയവൻ. കരങ്ങളടിച്ച് എന്റെ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാക്കോടിതൻ ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാക്കോടിതൻ ദൂതരുമാ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതാളത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതാളത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഹല്ലേലൂയ. ഓ ഉന്നതത്തിലുള്ള അത്ഭുത ശക്തിയെ, അങ്ങയുടെ അത്ഭുതമായ സ്പർശനങ്ങൾ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, മനസ്സ് തുറന്ന് ആരാധിക്കുന്നു. ഓ രാജാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory, glory, glory. ആരാധന, 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 ആരാധന. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം തിരുലിഖിതം. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. നമ്മുടെ ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും
ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah.